തന്നിതിവൃത്തങ്ങൾ ഒരുവരും ഹിതകരമാക്കുന്നില്ല. സർവം സമഗ്രം നിഷേധിക്കപ്പെടുന്നുവൻ. ചിന്തയിലാണ്ട തൻ മസ്തിഷ്കം ചില പൊയ്മുഖങ്ങൾ കീറിമുറിക്കുന്നു. മദ്യപാനസന്നിയിൽ അവർ ഒരുമിക്കും അഭ്യുദയകാംക്ഷികളോടൊപ്പം. പുകയില ചുരുട്ടിൽ മാത്രം വജസ്സുകൾ ചലിക്കുന്നു തൻ മനോരഥത്തിൽ. കപട സ്നേഹിതർ തൻ ഇഷ്ടങ്ങൾ അവനിലൂടെ നേടുന്നു. ദുർവ്യമായ സഹായഹസ്തം സ്വാശ്രയം അപ്രത്യക്ഷം മാത്രം. കലാശാലകളിൽ വിദ്യാവസനികൾ തന്നോട് വിദ്വേഷികളെപ്പോഴും. വഴക്കങ്ങൾ തന്നിൽ വിദ്വേഷിതനാക്കപ്പെടുന്നു. പിന്നെയോ അവൻ ആസന്ന ഭാവിയെ അയോഗ്യമാക്കി തീർത്തിയിടുന്നു. മിഥ്യാചിന്തകൾ എപ്പോഴും ഭയാനകം മാത്രം. നിരന്തരം എഴുത്തുമൂലം ഹസ്തപേശികളിൽ വേദനയും മരവിപ്പും സഹിക്കവയ്യ. മദ്യപാനസന്നിയിൽ വീണ്ടും അവൻ ഒരുമിക്കും അഭ്യുദയാംശികളോടൊപ്പം. ചിതയിലാണ്ട തൻ ആദിപിതാക്കൾ കാണുന്നില്ലേ ഇത്? പൈതൃകത്തോടെ അവനെ നോക്കിയൂട്ടിയ ആദിപിതാക്കളെ അവൻ വഞ്ചിക്കുന്നു. ദുർദശകൾ തേടി അവനിൽ വരികയായി. ചിതയിലാണ്ട ആദിപിതാക്കൾ കാണുന്നില്ലേ ഇത്? കാണുന്നില്ലേ? എന്തു പറ്റിയാടാ? 3-4 ദിവസമായല്ലോ നിന്നെ കോളേജിലായി കണ്ടിട്ട്. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലേ? അരവിന്ദൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്തായാലും വാ. നിനക്കറിയാലോ, ഞാനും അരവിന്ദും കൂടി ഒരു മാസികയിൽ ഒരു നോവൽ കൊടുക്കുന്ന കാര്യം. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതൊന്നും അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് നല്ലതായിരുന്നു. നീ ഫൂളിഷ് കഥയിലൊക്കെ ലോക്കൽ മാസികയിലൊന്നും കൊടുക്കാതെ യു ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ് പോൺ സ്റ്റോറീസ്. ദെൻ ഓൺലി യു വിൽ കം ടു എ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. അപ്പോൾ നിൻ്റെ ഡിമാൻഡ് റേറ്റും അങ്ങ് കൂടും. പിന്നെ വായനക്കാരനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. നിനക്ക് അവനെ അറിയില്ലേ? കോളേജിലും ഹോസ്റ്റലിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താ വേറെ ആരുമില്ലേ? അവനാരും ഇല്ലടാ. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക്? അവരൊരു ദിവസം വരും. അതേ ദിവസം? തിങ്കളാഴ്ച. നമ്മളിപ്പോൾ ഇവിടെ എന്തിനാ വന്നേ? അടിക്കാനല്ലേ? അടിക്കുക, പോവുക. സോറിടാ, നിനക്കൊരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എടാ, ഇത് മരിച്ചുവാനാ? ഏയ്, മരിച്ചവനെയൊന്നും ഇവൻ്റെ 7 എത്തത്തില്ല. ഇവൻ പുതിയതാ. റൈറ്റ്.
ഹലോ ഹലോ അനന്താ, നീ എവിടെയാ? നീ ഇറങ്ങിയോ? ഹലോ ഹലോ. എവിടെ പോയി? പറയാന്ന് പോയാ? എടാ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ശരി. എക്സ്ക്യൂസ് മീ, സമയം എത്രയായി? വായിച്ചില്ല. കണ്ടിട്ട് ഇവിടെയുള്ള ആളല്ലെന്ന് തോന്നുന്നു. അല്ല, ട്രെയിൻ ലേറ്റ് ആവുമല്ലേ? ഹേ, ഇസ് ദാറ്റ് യുവർ മണി? താൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? സോറി, മനസ്സിലായില്ല. ഓ, മനസ്സിലായില്ല. ഇസ് ദാറ്റ് യുവർ വാച്ച്? ഓ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. എക്സ്ക്യൂസ് മീ, ആര്യങ്കാവല്ലേ ഇറങ്ങുന്നേ? അതെ. ഇയാളുടെ ടിക്കറ്റ് ഞാൻ താഴെ വീണ് കിടന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. നിങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ അതൊരു റൂറൽ പ്ലേസാണ്. ഈ സമയത്ത് ആരും ഇല്ല അവിടെ. ആ വഴിയൊക്കെ ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാൽ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്. എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ വരാം. എന്തായാലും ഈ രാത്രി ഒന്നും ഒറ്റയ്ക്ക് വരണ്ടായിരുന്നു. ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നാൽ പോരായിരുന്നു. എനിക്ക് അവിടെ അധികം ഫ്രണ്ട്സ് ആരും ഇല്ല. ഇതിപ്പോൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ എത്തിയേനെ. എന്തായാലും ഞാൻ വരാം. സ്റ്റോപ്പ് എത്തുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ ഇതുപോലെ ഈ ലേറ്റായിട്ട് വരാതെ നോക്കണോ ഇനി? ഞാൻ പറയണ്ടല്ലോ, കാലം വളരെ മോശമാണ്. ആ, എനിക്കറിയാം. പക്ഷേ ഇറങ്ങുന്നില്ലേ? സ്റ്റോപ്പ് എത്താറായി. ആ, ഇതിന് മുമ്പുള്ള ട്രെയിനിൽ വന്നാൽ ഞാൻ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തും. ഈ ട്രെയിനിൽ വന്നോണ്ടാ ഇത്ര ലേറ്റായി പോയത്. ഇതിപ്പോൾ ട്രെയിനെല്ലാം ലേറ്റ് ആണല്ലോ, ഓൾറെഡി ലേറ്റ് ആണ്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പേടി തോന്നി. ഞാനൊട്ടും പ്രതീക്ഷയില്ല കൂടെ വരുമെന്ന്. ഞാൻ ചെറുതായിട്ട് പേടിച്ചായിരുന്നു. ഒന്നാമത് ഞാനൊരു സ്ട്രേഞ്ചർ അല്ലേ ഹെൽപ്പ് ചോദിച്ചേ, എന്നിട്ടും എന്നോടൊപ്പം വരാൻ തോന്നിയല്ലോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നാലും വന്നല്ലോ. എങ്ങനെ വിളിക്കുമെന്ന് ആദ്യം വിചാരിച്ചത്, പക്ഷേ എനിക്ക് വിളിക്കാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിചാരിച്ചാ ഞാൻ രണ്ടും കൽപ്പിച്ച് വിളിച്ചത്. എങ്ങനെയാ വരാന്ന് എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഈ ട്രെയിൻ ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. ഏതായാലും പേടിച്ചു പോയി, എന്നാലും എത്തിയല്ലോ. വന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരു സ്ട്രേഞ്ചർ ആയതുകൊണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല.
ഏതായാലും കൂടെ ഇതുവരെ വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഹലോ അനന്താ, എന്താടാ ഹലോ നീ എവിടെ എത്തി? ഹലോടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നീ എത്തിയിട്ട് വിളിക്കാം. ആ ഓക്കെടാ. എനിക്കും ഇതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ ഭ്രാന്താണെന്നേ ആളുകൾ പറയും. പിന്നെ നിൻ്റെ ഈ ഭ്രാന്ത് വിശ്വസിക്കുന്ന വേറൊരു ഭ്രാന്തനെ എനിക്കറിയാം. പുള്ളിക്കാരൻ ഒരു 5-6 വർഷമായിട്ട് സൈക്കോളജി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇപ്പോൾ ഏതൊരു പാരാസൈക്കോളജിയുടെ ഒരു തീസിസ് തയ്യാറാക്കുവാണ്. നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ആരാ? നീ തൽക്കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നെ ആലോചിക്കാം അതൊക്കെ. ഇയാളാണ് എന്നോട് സമയം ചോദിച്ചത്. ഇയാളെൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നടാ. എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ ട്രെയിനിൽ കയറിയപ്പോൾ അവൻ എന്നെ വിളിച്ചിരുന്നു. ട്രെയിനിൽ വെച്ച് നടന്നൊക്കെ അവനോട് പറഞ്ഞു. ബാക്കി നീ എന്താ പേര്? അനന്തൻ. അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നു. ഇറ്റ്സ് ആൻ ഇല്യൂഷൻ ആൻഡ് ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല? അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നു. ആർ യു മാഡ്? അന്നത്തെ ദിവസം ഞാൻ നിന്നെ നോക്കി. ഒരാൾ ഒറ്റയ്ക്കിനും സംസാരിച്ച ആരാടാ നിന്നെ നോക്കാത്തേ? നീ എന്തോ ഒരു അനോണിമസായ എന്തോ ഒരു ആത്മാക്കളെ കുറിച്ച് നോവൽ എഴുതല്ലേ? അതിൻ്റെ ഹാങ് ഓവറാ നിനക്ക്. Now you are living the loneliness, and that characters of the novel are coming to life. ആ സന്ദർഭമാണ്. നിനക്ക് ഓർമ്മയുണ്ടോ ആ സന്ദർഭങ്ങളൊക്കെ? ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിനക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നല്ലേ? These all are created by your abnormal mind, Mr. Anandan. നീ എഴുതിയ നോവൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. കുടിച്ച ബ്രാൻഡ് മറക്ക്, വലിച്ച പുകയോട് വിട പറ, എന്നിട്ട് ചിന്തിക്ക്, എന്നിട്ട് ഒന്നുകൂടി വായിച്ചു നോക്ക്. നിന്റെ പ്രതിനായകനായത് നിന്റെ തന്നെ
അവബോധ മനസ്സാണ്, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ നല്ല എങ്കിൽ ഞാൻ നരകാഗ്നിയെ കാണാൻ പോകുന്നത് എൻ്റെ മരണശേഷമല്ല. കാരണം അതിവിടെയാണ്, എന്നിലാണ്, എൻ്റെ ഹൃദയത്തിലാണ്. അതൊരു അഗ്നിയെപ്പോലെ കത്തുകയാണ്. അതിന് ചുവന്ന നിറമാണ്. കാരണം വീണ്ടും വീണ്ടും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തണുപ്പിക്കാനായി ഒരു ചെറിയ മഴയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ അതിന് എത്ര സമയമെടുക്കും എന്നെനിക്കറിയില്ല. സത്യം എന്തെന്ന് വെച്ചാൽ ആ മഴ വരുമോ എന്നും എനിക്ക് ഉറപ്പില്ല. എന്നാലും എൻ്റെ മനസ്സ് എന്നെ പകുതിയോളം പറഞ്ഞ് പഠിപ്പിക്കുന്നു. അത് നരകാഗ്നിയല്ല, മനോഹരമായ ഒരു സ്വർഗ പൂന്തോപ്പുമാണെന്ന്. പക്ഷെ എനിക്കത് കാണണമെങ്കിൽ എൻ്റെ മനസ്സിൽ ക്ഷമയുണ്ടാകണം. മഴമേഘങ്ങൾ എന്നിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. എൻ്റെ ഭാവി എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണുന്നില്ല എന്നതാണ് സത്യം. ഹലോ, നീ എവിടെയാടാ? ഞാൻ ട്രെയിനില്ല. എക്സ്ക്യൂസ് മീ, സമയം എന്തായി? വാച്ചില്ല. ട്രെയിൻ ലേറ്റ് ആവുമല്ലേ? ഇല്ല. അനന്താ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വരുന്ന വഴിക്ക്. മനസ്സിലായി. നീ എന്താണ് പറയാൻ പോകുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല ഇതായതിലുണ്ട്. നിനക്ക് തെറ്റി. ഇതൊന്നുമല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇതല്ലാതെ പിന്നെ? ഞാൻ വരുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്ത് കാര്യം? ആ ട്രെയിനില്ലേ,